ഒരു കുഴപ്പമില്ലായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന്. ഞങ്ങളെങ്ങനെയും ജീവിച്ചു പോയിനെ. ഞങ്ങളുടെ കുടുംബം വളരെയേറെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അന്നന്നത്തെ ആഹാരത്തിന് കഴിഞ്ഞുകൊണ്ടൊന്ന് പണിക്ക് പോയതാണ്. എനിക്കാണെങ്കിൽ ഒരു സുഖമില്ലാത്തതാണ്. ആകെ വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന കുടുംബം. ചികിത്സ കിട്ടാതെ മരിച്ചതാണ് എന്തായാലും. അതാണ് എൻ്റെ വിശ്വാസത്തിൽ ഇപ്പോൾ ഉള്ളത്. ഞാൻ പ്രതീക്ഷ ജീവനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. മറ്റേ നോട്ടക്കുറവ് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് ഇന്നും തൂക്കത്തില്ല. ഞങ്ങളുടെ കുടുംബം വളരെ ബുദ്ധിമുട്ട്. ഞാനൊരു സുഖമില്ലാത്ത ആളാണ്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ മോളെ പഠിപ്പിക്കണം. മോളെ വിദ്യാഭ്യാസം ചെലവും ചകലം എല്ലാം ഈ ഒരാൾ നടന്നിട്ടാണ് കുടുംബം ജീവിച്ചുകൊണ്ടിരുന്നത്. എനിക്കാണ് നിത്യം മരുന്ന് വേണം. ഇപ്പോൾ 1500 രൂപയുടെ മരുന്ന് ഒരു മാസം വേണം. ഇനി പോയി ചെക്കപ്പ് ചെയ്യണം, സ്കാൻ ചെയ്യണം. പല പല പ്രശ്നങ്ങളുള്ള കുടുംബം. മര്യാദയ്ക്ക് ഒരു അടച്ചുറപ്പായിട്ടുള്ള വീടല്ല, പഞ്ചായത്ത് തന്ന വീട്ടിലെ പണിയൊന്നും പൂർത്തിയായിട്ടില്ല. വളരെ ബുദ്ധിമുട്ട് ജീവിക്കുന്നതാണ് ഞങ്ങൾ. നഷ്ടപരിഹാരം എനിക്ക് എന്തെങ്കിലും സർക്കാർ സഹായം തരണം. അത് ഞാൻ അപേക്ഷിക്കുന്നു. വളരെ ബുദ്ധിമുട്ടി. എനിക്ക് രാവിലെ എഴുന്നേക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. മരുന്ന് കഴിച്ച് 2 ആഴ്ചയായിട്ട് ഇപ്പോൾ വളരെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഞാൻ വളരെ തളർന്നു പോയി. നഷ്ടപരിഹാരം തരണം ഞങ്ങൾക്ക് പറഞ്ഞേക്കുന്നത്. ബാക്കി ഞങ്ങൾക്ക് സഹായം തന്നെ. മോളെ വിദ്യാഭ്യാസം, സകല കുടുംബത്തെ ചിലവെല്ലാം ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്ക് ഒരാളെ തിരിച്ചെന്തായാലും ഞങ്ങൾ പണം അല്ലായിരുന്നു ആഗ്രഹിച്ചു. ഞങ്ങൾക്ക് ആളെ തിരിച്ചു കിട്ടിയെങ്കിൽ ഞങ്ങൾക്ക് ഈ പണം സ്വത്തൊന്നും വേണ്ടായിരുന്നു. ഒരുപാട് വൈകിപ്പോയി. വളരെ ബുദ്ധിമുട്ട്. ഒരു നോക്ക് കാണാനോ മിണ്ടാനോ പറ്റിയിട്ടില്ല. വളരെ ഇവിടുന്ന് പോയോ എന്തോന്നും അറിയില്ല. എനിക്ക് രാവിലെ യാത്ര പറഞ്ഞ് പോയതാ. ഭക്ഷണം എടുത്ത് ഒരാഴ്ച കാലമായിട്ട് പണിയില്ലായിരുന്നു. എന്നിട്ട് ഇന്നലെ ഞാനൊരു പണിക്ക് പോയത്. അപ്പോൾ തന്നെ ഇത് സംഭവിച്ചത്. ഞങ്ങൾക്ക് ജീവിതമാർഗ്ഗം, ഈ ഒരു ജീവിതമാർഗ്ഗമുള്ളൂ. വേറെ മാർഗ്ഗമൊന്നുമില്ല. ആകെ ഒരു ചെറിയൊരു പഞ്ചായത്ത് വന്നൊരു വീട്, പൂർത്തിയാകാത്ത വീട്. ഇത് ഏത് നിമിഷവും പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ്. വളരെ വൈകി. ആശ്വാസം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും കൊണ്ടുവരാൻ വൈകിയതിൽ പോസ്റ്റ്മോർട്ടം വേഗം ചെയ്തില്ല എന്നുള്ള എൻ്റെ അഭിപ്രായം. അത് വേണമല്ലോ. എന്തായാലും വിട്ടുകൊടുക്കുക. എന്തായാലും ഞങ്ങൾ വിചാരിച്ചതാണ് സമരം മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആളെ ജീവനാണ് ഞങ്ങൾക്ക് വലുത്. ജീവൻ കിട്ടിയില്ലല്ലോ. ജീവൻ കിട്ടി ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങളെങ്ങനെയും ജീവിച്ചു പോയിനെ. എതിർപ്പ് അങ്ങനെ കുഴപ്പമില്ല. എന്തായാലും ഇപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ വില പശിക്കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങളുടെ ആൾ പോയി. ഞങ്ങൾ പണവും സ്വത്തൊന്നും ആഗ്രഹിക്കുന്നില്ലായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആളെ തിരിച്ചു കിട്ടിയാൽ മതി. പണം കൊണ്ടല്ലല്ലോ. പ്രതിഷേധിച്ചതിൽ ഞാൻ കുറ്റം പറയത്തില്ല. കാരണം ഒരാൾക്ക് ഗതി വരാതിരിക്കാൻ പ്രതിഷേധിച്ചതിൽ ഞാൻ അതിനോട് യോജിക്കുന്നു. പിന്നെ ലേറ്റായതിൽ ഇതിവിടെ ഇറക്കാനും കുറേ ലേറ്റായത് അതിലെനിക്ക് വിഷമം. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇറക്കാൻ ലേറ്റായതില്ല വിഷമം. അവിടെ പ്രതിഷേധിച്ചതിൽ കുഴപ്പമൊന്നുമില്ല. അമ്മ പറഞ്ഞതൊക്കെ പോലെ തന്നെ. പിന്നെ എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് ഇവിടുത്തെ മെഡിക്കൽ കോളേജ്. അതൊന്ന് ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് മറ്റൊരു മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്നുള്ള ഗതി എല്ലാവർക്കും അറിയുന്നല്ലോ. അപ്പോൾ ആ ഒരു ഗതി മാറ്റണം. വേണ്ട ഫെസിലിറ്റീസ് മെഡിക്കൽ കോളേജിൽ വരണം. ആരും ഇനി ചികിത്സ കിട്ടാണ്ട് ഇവിടെ മരിക്കരുത്.